പൈശാചികമായി പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ജിന്ന് ശൈത്താൻ എന്നത് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് പല വീഡിയോസിലും നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. പൈശാചികതയുടെ ലക്ഷണങ്ങളും മറ്റുമൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞതാണ് നിസ്കരിക്കാൻ മടി തോന്നുക, നിസ്കാരത്തിൽ പിന്നെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തലവേദനിക്കുക, പ്രയാസങ്ങൾ അനുഭവിക്കുക, ഖുർആൻ ഓതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക, നന്മ ചെയ്യാനുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക, പിന്നെ മനസ്സില്ലാതിരിക്കുക, ഇങ്ങനെ പല ജാതി ലക്ഷണങ്ങളുമുണ്ട്. ശൈത്താൻ യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ മറ്റു പല പ്രയാസങ്ങളും തരുന്നത് എന്ന് ചോദിച്ചാൽ അവൻ മുസ്ലിമീങ്ങളെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടെത്തിക്കുക എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് പല ആളുകളും ജിന്ന് സേവ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ഒരു പക്ഷേ ഏതെങ്കിലും പിന്നെ മഖാമിന്റെ പരിസരത്ത് പോയി കിടന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കിട്ടിയ ശൈത്താന്മാരാണ് അവരുടെ കൂടെ ഉണ്ടാവുക. കൂടെ കൂടുന്ന ആളുകൾ തുടക്കമൊക്കെ ഖൈറ് കൊണ്ട് നമ്മളോട് കൽപ്പിക്കും. ഖുർആൻ തന്നെ നമ്മളെ കൊണ്ട് ഓതിപ്പിക്കും, ഇബാദത്ത് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. പതുക്കെ 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 നിസ്കാരം ഇല്ലാതാകുന്നു, നന്മകൾ ഇല്ലാതാകുന്നു, ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു, അമ്പലങ്ങളിലേക്ക് എത്തുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യങ്ങളുമായി ഈ ശൈത്താൻ ഇയാളെ ബന്ധപ്പെടുത്തുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈഖാഉൽ ഇബാദി ഫി ശിർക്കി വൽ കുഫ്രി, കുഫ്റിലേക്ക് കൊണ്ടെത്തിക്കുക, ഷിർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ കഴിയാതിരിക്കുമ്പോൾ പരമാവധി തെറ്റുകൾ, ഹറാമുകൾ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനി നിങ്ങളെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് പരമാവധി തടയുക എന്നുള്ളത് അവന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. പല ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഉസ്താദെ നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ വല്ലാത്ത ജാതി തലപ്പെരുപ്പം, തലവേദന, നിസ്കാരത്തിലേക്ക് സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ തല ശക്തമായ ഭാരം. അതുപോലെ തന്നെ നമ്മളിപ്പോ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പിന്നെ സൽക്കർമ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ ചിന്തയെ തെറ്റിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇബാദത്തിന് കോട്ടം വരുത്തുന്ന കളികളൊക്കെ ഈ പഹയും കളിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, സ്വഹാബികളിൽ ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വിഷമം പറയാണ്. അള്ളാഹുവിന്റെ റസൂലേ, ഇന്ന ശൈത്വാന ഖദ് ഹാല ബൈനി വബൈന സ്വലാത്തി വഖിറാഅത്തി യൽബിസുഹാ അലയ്യ. ഇബ്ലീസ് വന്നിട്ട്, ശൈത്താൻ വന്നിട്ട് എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും എന്റെ ഖിറാഅത്തിന്റെയും ഇടയിൽ വന്ന് വല്ലാതെ തശ്വീഷാക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഖിറാഅത്തൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് എന്നൊരു വിഷമം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ദാലിക ശൈത്വാൻ, അത് ശൈത്വാനാണ്, യുഖാലു ലഹു ഖിൻസബ്, ആ ശൈത്താന്റെ പേര് ഖിൻസബ് എന്നാണ്. നിസ്കാരത്തിൽ വസ്വാസാക്കുന്ന ശൈത്താന്റെ പേര് ഖിൻസബ് എന്നാണ്. മുത്തുനബി പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, അവന്റെ ശൈത്താനിന്റെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഫതഅവദ് ബില്ലാഹി മിന്നു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, എന്നിട്ടോ നിന്റെ ഇടത് ഭാഗത്ത് 3 തവണ ചെറുതായി ഒന്ന് തുപ്പുക എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ സ്വഹാബി അത് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ആ പ്രയാസം തന്നെ ഉണ്ടായിട്ടില്ല എന്നും ഹദീസിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. മറ്റൊരു ലക്ഷ്യം എന്നുള്ളത്, അപ്പൊ പരമാവധി തെറ്റുകൾ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ പരമാവധി ശാരീരികമായ പ്രയാസങ്ങൾ കൊടുക്കും, ശാരീരികമായ രോഗങ്ങൾ, അതുപോലെ തന്നെ മാനസികമായ ടെൻഷനുകൾ പരമാവധി ശൈത്താൻ ഇത് കൊടുക്കുമെന്നതാണ്. എല്ലാ ഡോക്ടർമാരെയും കണ്ടു, എല്ലാ മരുന്നും കഴിച്ചു, ഒരു മാറ്റവും ഇല്ല. തലവേദനയുണ്ട്, വയറുവേദനയുണ്ട്, ശരീരവേദനയുണ്ട്, ഊരവേദനയുണ്ട്, അങ്ങനെ പല ജാതി വേദനകൾ. ഡോക്ടർമാരൊക്കെ ടെസ്റ്റും ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടും പിന്നെ ഒന്നും കാണുന്നില്ല, ഒരു പ്രശ്നവും കാണുന്നില്ല. പക്ഷെ എന്താണ് അതിന്റെ പിന്നിൽ രഹസ്യം? ശൈത്താൻ പരമാവധി ശാരീരികമായും മാനസികമായും ഇവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ശൈത്താനിൽ നിന്നുള്ള ദുസ്വപ്നങ്ങൾ. അങ്ങനെ ഉണ്ടാവും. പിന്നെ ശൈത്താനിയായി പ്രയാസമുള്ള ആളുകൾ ദുസ്വപ്നങ്ങൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വപ്നങ്ങൾ 3 വിധത്തിലുണ്ട്. റുഇയ മിനർ റഹ്മാൻ, അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നവും, വറുഇയ തഹ്സീൻ മിന ശൈത്താൻ, ശൈത്താനിൽ നിന്ന് പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടാക്കുന്ന, വിഷമത്തിലാക്കുന്ന സ്വപ്നമുണ്ട്. വറുഇയ ഹദീസി നഫ്സിൻ, സാധാരണ പിന്നെ വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ സ്വപ്നങ്ങളും ഉണ്ട് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് വീടിന് തീ പിടിക്കുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വിളക്കുകളൊക്കെ കെടുത്തിക്കളയണം. കാരണം എന്താ, ശൈത്താൻ രാത്രി വന്നുകൊണ്ട് എന്ത് ചെയ്യും, ആ വിളക്കിലൂടെ നമ്മുടെ വീടിനെ തന്നെ കത്തിച്ചു കളയാനുള്ള ഒരു പണി ശൈത്താൻ എടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് മരണസമയത്തുള്ള പ്രയാസം എന്ന് പറയുന്നത്. അത് ഭയങ്കര പ്രയാസം തന്നെയാണ്. നമ്മൾ ജിന്ന് സേവ എന്ന് പറയുന്ന സേവ, അതിനെ സംബന്ധിച്ച് നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അങ്ങനെ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മരണസമയത്ത് നമ്മൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇത്തരം ശൈത്താനുമായി ജിന്നുമായി നമ്മൾ ബന്ധപ്പെടാൻ. അപ്പോ മരണസമയത്തുള്ള പ്രയാസം എന്ത് ചെയ്യും, നമുക്ക് കൂടുതലായി ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാവും. മറ്റൊന്നാണ് കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ. മറ്റൊന്നാണ് ജനിക്കുന്ന കുട്ടിയെ ഇബ്ലീസ് ശൈത്താൻ എന്ത് ചെയ്യും, ജനിക്കുന്ന സമയത്ത് പ്രയാസപ്പെടുത്തുന്ന, വേദനയാക്കുമെന്നാണ്. ഹദീസിലൊക്കെ കാണാൻ കഴിയും, കുട്ടി ജനിക്കുന്ന സമയത്ത് വിരലുകൊണ്ട് വേദനിപ്പിക്കുമെന്നാണ്. കുട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും വിരലുകൊണ്ട് കുത്തി വേദനിപ്പിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി കരയുന്നതും മറ്റുമൊക്കെ. കണ്ടോ, കിതാബിലുണ്ട് എങ്ങനെ ആ വേദന കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി വാവിട്ട് കരയുന്നത്. മറ്റൊന്നാണ് മർലു ത്വഊനി മിനൽ ജിന്നി, ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ് ത്വഊൻ, പ്ലേഗ് രോഗം എന്നുള്ളത്, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ശൈത്താനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ പരമാവധി പഹയം പണിയെടുത്തുകൊണ്ടേയിരിക്കും. ഇവന്റെ ഈ കുതന്ത്രങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനാണ് നമ്മൾ ശ്രമങ്ങൾ നടത്തേണ്ടത്. അതിന് പ്രധാനപ്പെട്ടതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഇബാദത്തൊന്ന് ശക്തമാക്കുക, കണിശമാക്കുക. 5 വഖ്ത് നിസ്കാരം മുടങ്ങാതെ തന്നെ നിസ്കരിക്കണം. സ്ത്രീകളാവുമ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ സുബഹി അടക്കം കൃത്യമായി നമ്മൾ നിസ്കരിച്ചേ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഏതെങ്കിലും ഔറാദുകൾ ഇങ്ങനെ മുടങ്ങാതെ ചൊല്ലുന്ന, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ എല്ലാം അടങ്ങിയ ഹദ്ദാദ്, റാത്തീബുൽ ഹദ്ദാദ് എന്ന് പറയുന്നത്. വളരെ വലിയ എഫക്റ്റുള്ള ഒരു റാത്തീബാണ് റാത്തീബുൽ ഹദ്ദാദ്. നമ്മളെല്ലാവരും വീടുകളിൽ കൃത്യമായി തന്നെ ഇത് പതിവാക്കിയാൽ ആ വീട്ടിൽ പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടാവൂല, പൈശാചികമായ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവൂല. അതിൽ നിന്നൊക്കെ വലിയ ഒരു ഹിമായത്തും ഹിഫ്ളും ഉണ്ടാകും എന്നത് മഹാന്മാര് നമ്മളോട് പറഞ്ഞ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.